ഹായ്. ഹായ്. എവിടെ പോവാ? എവിടെ അമ്പലം? ലഗോസില്. അപ്പോൾ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യുന്നത് ടെമ്പിൾ വ്ലോഗാണ്. ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അയ്യപ്പൻ്റെ അമ്പലത്തിലാണ്, ലഗോസിൽ. ജാനി, രാവിലെ എന്തോ കഴിച്ചേ? ദോശ. ദോശയായിരുന്നു. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കടകളാണ്. കപ്പ, ചോളം, വെജിറ്റബിൾസ് ഒക്കെ വിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു കടകൾ. ഗൈസ്, നൈജീരിയ മാത്രം കണ്ടുവരുന്നൊരു കാഴ്ചയാണിത്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നമ്മുടെ നാട് പോലെ തന്നെയാണ് നൈജീരിയ, ആളുകൾ മാത്രം വ്യത്യാസമാണ്. Yeah, this is estate. Yeah, in the right. അങ്ങനെ 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അമ്പലത്തിലെത്തി. ഇതൊരു അയ്യപ്പൻ്റെ അമ്പലമാണ്. ഈ അമ്പലത്തിൽ തന്നെ പല പല അമ്പലങ്ങളാണ്. ആ കാണുന്നതാണ് ബാലാജി ടെമ്പിൾ. ഇത് നമ്മുടെ അയ്യപ്പൻ ടെമ്പിളിലെ തിരുമേനിയാണ്. ആ കാണുന്നതൊക്കെ മഹാദേവൻ്റെയും ഗണപതി ഭഗവാന്റെയൊക്കെ അമ്പലങ്ങളാണ്. ചെറിയ ചെറിയ നമ്മളൊരു ചെറിയ അർച്ചന നടത്തിയിരുന്നു. ഇത് നവഗ്രഹങ്ങളാണ്. അങ്ങനെ അവിടുന്ന് അർച്ചന കഴിച്ചതിൻ്റെ പ്രസാദമൊക്കെ മേടിച്ച് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ അമ്പലമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ടെമ്പിൾ. ഇത് അവിടുത്തെ തിരുമേനിയാണ്. പുള്ളി അവിടെയൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പുള്ളി കാണാതാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഈ നോർത്ത് ഇന്ത്യൻ്റെ അമ്പലത്തിൽ, ചെറിയ അമ്പലത്തിൽ വരുമ്പോൾ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോയി ശരിക്കും ഒരു അമ്പലത്തിൽ ചെന്ന് തൊഴുന്ന ഒരു ഫീലിങ്സ് ആണ്. അങ്ങനെ അവിടുന്ന് തൊഴിലിറങ്ങി അപ്പുറത്ത് വന്നപ്പോൾ നമ്മുടെ നെയ്ബറായി ചക്കുവണ്ണൻ നിൽക്കുന്നു. പുള്ളിയാണ് പറഞ്ഞത് ബ്ലഡ് ഡൊണേഷൻ നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ എന്തായാലും ഏട്ടൻ പേരൊക്കെ കൊടുത്തെങ്കിലും ഏട്ടൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇവർ രണ്ടുപേരും അവിടുന്ന് കിട്ടിയ പ്രസാദമാണ് കഴിക്കുന്നത്. രണ്ടുപേർക്കും നല്ലോണം വിശക്കുന്നുണ്ട്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലഡ് ഡൊണേഷൻ നടക്കുന്നത്. How are you? Taking a good girl. Hey, fine, fine. That's good. Hey, what's your name? Tell me. No, come. One girl, that's good. That's good. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് മുമ്പ് BP ചെക്ക് ചെയ്യുവാണ്. ഈ ചേട്ടൻ ചേച്ചിയും തമിഴ് സമാജം കമ്മിറ്റി മെമ്പേഴ്സാണ്. ഈ ചേട്ടൻ്റെ പേര് ഞാൻ മറന്നുപോയി, വലിയൊരു പേരായിരുന്നു, അത് മറന്നുപോയി. ഇത് രാജ ചേച്ചിയാണ്. ചേച്ചി മലയാളിയാണ്. അങ്ങനെ
നമ്മളെല്ലാ അമ്പലത്തിലും തൊഴുതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഞാൻ എല്ലാ അമ്പലങ്ങളുടെയും വീഡിയോസൊന്നും എടുത്തിട്ടില്ല, അവിടെ എല്ലായിടത്തും അലൗഡ് അല്ല. ആ കാണുന്നതാണ് ബാലാജി ടെമ്പിൾ. അങ്ങനെ ബാലാജി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു പ്ലെയിൻ സൈഡുണ്ട്. വന്നപ്പോൾ തൊട്ട് രണ്ടുപേരുടെ നോട്ടം ആ സൈഡിലോട്ടായിരുന്നു. എന്തായാലും അതിനുള്ള സമയമായി. പക്ഷേ എങ്കിലും നന്നായിട്ട് കാര്യമായിട്ടൊന്നും കളിക്കാൻ പറ്റിയില്ല. നല്ല വെയിലായിരുന്നു, ഊഞ്ഞാലും ഒക്കെ നല്ല ചൂട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് കളിക്കാനൊന്നും കഴിഞ്ഞില്ല. ആ കാണുന്ന നിറയെ തുളസിയാണ്. ഹായ്, തൊഴുതോ? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. അപ്പോൾ ഇനിയും നെക്സ്റ്റ് എന്താ പരിപാടി? വീട്ടിൽ പോ. അങ്ങനെ പറയരുത്. നെക്സ്റ്റ് നമ്മളൊരു ചെറിയ ഷോപ്പിംഗ് നടത്തുന്നു, ചപ്പാട് കഴിക്കുന്നു, വീട്ടിൽ പോകുന്നു, റെസ്റ്റ് എടുക്കുന്നു, വീണ്ടും പഴയപടി ജോലിക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. എന്താ ഒന്നും പറയാനില്ലാത്ത? ഞാനല്ലേ പറയണ്ടേ? ഹായ്, ഞാനല്ലേ പറയണ്ടേ? കാണുന്നവരല്ലേ പറയണ്ടേ? അങ്ങനെ നമ്മൾ അമ്പലത്തിന് തൊഴുതിറങ്ങി. അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഇന്ത്യൻ ബസാറുണ്ട്. അങ്ങനെ ബസാറിലെ ഒരു ചെറിയ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ലോണം വിശപ്പുള്ളത് കൊണ്ട് റെസ്റ്റോറൻറ്റ് പേരൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ ആദ്യം മേടിച്ചത് ചായയാണ്. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് ചായ മസ്റ്റാണ്. അത് ഞാൻ അസമയത്തൊക്കെയാണ് ചായ കുടിക്കാറ്. അത് കഴിഞ്ഞ് മേടിച്ച ഫുഡാണിതൊക്കെ. ഒന്നിൻ്റെയും പേരൊന്നും ഓർമ്മയില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോവാണ്. ഇപ്പോഴൊന്നും വീടെത്തത്തില്ല കേട്ടോ. ഇപ്പോൾ സമയം ഒരു 3:20 ആയി കാണും. വീട്ടിൽ പോവാണോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.